friends, today I would like to bring your attention to the area called pronunciation. കാരണം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്ന എല്ലാ ആളുകൾക്കും വലിയൊരു കീറാമുട്ടിയായിട്ടുള്ള വലിയൊരു വെല്ലുവിളിയാണ് ഹൗ ടു പ്രൊനൗൺസ് certain വേർഡ്സ്. ചില വേർഡുകൾ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. കാരണം മിക്കവാറും ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ they pronounce them wrong. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു വാക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും അത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ട്രക്ക് എന്നൊക്കെ പറയില്ലേ, ട്രക്കിംഗ്. അന്നൊരു ട്രക്ക് എന്ന് പറയുന്ന പോലെയും മസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. I would like to take my breakfast now. Have you had your breakfast? Have you had your breakfast? Breakfast. Okay, അതാണ് ഫസ്റ്റ് വേർഡ്, ബ്രേക്ക്ഫാസ്റ്റ്. ഇതുപോലെ നമ്മൾ ഒരുപാട് തെറ്റിക്കുന്ന മറ്റൊരു വാക്കാണ് ഡേറ്റ എന്നുള്ളത്. നമ്മൾ ഡാറ്റ എന്ന് പറയും, ശരിക്കും ഡേറ്റ ആണ്, ഡെയ്. DA എന്നുള്ളതിന്റെ ഉച്ചാരണത്തിൽ പലപ്പോഴും ഡെയ് എന്നാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഈവൻ മൈ നെയിം ഫോർ എക്സാമ്പിൾ, പീപ്പിൾ സേ ഡേവിഡ് എന്ന് പറയാം, ഡേവിഡ് എന്ന് പറയാം, ഡേവിഡ്, ഡെയ്. ആ ഒരു സ്റ്റൈലാണ് ആക്ച്വലി ഇതിന് ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ കിട്ടുന്നത്, ഡേറ്റ. പിന്നെ നമ്മൾ ഒരു ഡ്രൈ ഫ്രൂട്ട് പല ആളുകളും തെറ്റി പറയുന്ന ഒരു വാക്കാണ് ആൽമണ്ട്. ബദാമിന് പറയുന്ന വാക്കാണ് ആൽമണ്ട് എന്ന് പറയും. ശരിക്കും എല്ല് സൈലന്റ് ആണ്, ആമന്റ് എന്ന് പറയുന്നത്, ആമന്റ്. ഇനി അതുപോലെ നമ്മൾ റിയൽ ലൈഫിൽ ഒരുപാട് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് സയൻസ്. ശരിക്കും നമ്മൾ സയൻസ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും സയൻസായി പോകും. സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് സയൻസ്, സേഫ്റ്റി സയൻസ് എന്ന് പറയില്ലേ, അത് അഡ്വർടൈസ്മെന്റ് സയൻസ് എന്ന് പറയില്ലേ, SIGNS. ആ ഒരു വാക്കിന്റെ ഉച്ചാരണമാണ് സയൻസ്. ശരിക്കും ശാസ്ത്രം എന്നുള്ളതിന് ശരിക്കും സയൻസ്. കുറച്ചും കൂടി ഒരു അലോങ്ങേഷൻ ഉണ്ട്, ഒരു നീട്ടം വെപ്പിക്കലുണ്ട്, സയൻസ്. എന്നാൽ ചില വാക്ക് നമ്മൾ ആവശ്യമില്ലാതെ നീട്ടി പറയും. ഫോർ എക്സാമ്പിൾ റെസ്റ്റോറന്റ്. ഇത് റെസ്റ്റോറന്റിലാണ്, ടോറന്റില്ല, റെസ്റ്റോറന്റ്. ഇതുപോലെ തന്നെ കോളേജ്, വില്ലേജ്, ഇമേജ്, AGE വെച്ച് പറയുന്ന വാക്കുകൾക്ക് ശരിക്കും ഇംഗ്ലീഷിലെ ഉച്ചാരണം ഇജ് എന്നാണ്. നമുക്കത് പറയാനും ഉൾക്കൊള്ളാനും ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ കോളേജ് എന്ന് പറഞ്ഞ് ശീലിച്ചിട്ട് കോളേജ് എന്ന് പറയാനായിട്ട് it's kind of difficult for most people because we are not used to that kind of talking. നമ്മൾ അത്തരം ശൈലികൾക്ക് കേട്ടുപരിചയമില്ലാത്തത് കൊണ്ടാണ്. ഇത് ഞാൻ ഒരു വാക്ക് പറയട്ടെ, a word of caution. നമ്മളിപ്പോ നമ്മുടെ ഇന്ത്യൻ ഓർ കേരള സിറ്റുവേഷനിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് തന്നെ പറഞ്ഞാൽ മതി, ദാറ്റ്സ് ഇനഫ്, ഗുഡ് ഇനഫ്. പക്ഷെ കുറച്ച് അല്പസ്വല്പം ഒരു ഇന്റർനാഷണൽ, നമ്മുടെ ഇഫ് യു വാണ്ട് ടു ഷെഡ് ദ ലോക്കൽ ആക്സെന്റ്, നമ്മുടെ ലോക്കൽ ആ ശൈലി, ആ ചൊക അല്പാൽപ്പം ഇങ്ങനെ കുറച്ച് കളയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. സാഹചര്യം വരുമ്പോൾ അല്പസ്വല്പം അവനെ പതുക്കുന്ന പ്രയോഗിക്കുക. ടുഡേ ഐ ഹാഡ് നോ കോളേജ്, ടുഡേ ഐ ഹാവ് ടു ഗോ ടു മൈ കോളേജ്. I mean, village life is wonderful. Village. I would like to get some images of image എന്നുള്ളത് image. marriage എന്നുള്ളത് marriage. അങ്ങനെ ആ ഒരു ഇജ് എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക്, ഒരു ഉച്ചാരണത്തിലേക്ക് പതുക്കെ ഒന്ന് കൊണ്ടുവരാം. നെക്സ്റ്റ് വാക്ക് നമ്മളെപ്പോഴും പറയുന്ന ഒരു വാക്കാണ് നാച്ചുറൽ എന്നാണ് പറയുക. ശരിക്കും ആ നാച്ചുറൽ എന്നുള്ളൊരു ശബ്ദം അവിടെ ഇല്ല, നാച്ചുറൽ ഇല്ല, നാച്ചുറൽ. Oh, that's natural. It's quite very interesting. Interesting ഇല്ല, interesting. It's quite interesting. That's natural. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് പോലെ മറ്റൊരു വാക്കാണ് I was wondering. ശരിക്കും വണ്ടറിങ് നമ്മൾ പറയുമ്പോൾ അവിടെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് കാണാൻ പറ്റും. വണ്ടറിങ് എന്ന് പറയാം. വണ്ടറിങ് ഇല്ലേ, അത് ഇംഗ്ലീഷ് ഉച്ചാരണം ശരിക്കും കിട്ടണമെങ്കിൽ നിങ്ങൾ വൺ എന്ന് പറയാം. വൺ ശരിക്കും അത് എന്നല്ല, വൻ പറയാം. വൻ മരങ്ങൾ എന്നൊക്കെ പറഞ്ഞ വൺ. പിന്നെ ഒരു റിങ്, മോതിരം, റിങ്. അപ്പൊ ഇതിന് ഒരുമിച്ച് പറഞ്ഞാൽ എങ്ങനെ പറയും? വൺ റിങ്. ക്ലിയർ അല്ലേ? ഇതേപോലെ നിങ്ങൾ പറഞ്ഞു പിടിക്കുക. I was wondering. വൺ റിങ്. അതൊരുമിച്ച് വൺ റിങ് ആയി. വണ്ടറിങ് വരെ one ring, wondering. I was wondering. It's interesting. That's quite natural ഇല്ല, natural. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷില് ഭാഷ പഠിക്കുന്ന ആളുകൾ എപ്പോഴും കേൾക്കുന്ന ഒരു രസകരമായ ഒരു പ്രയോഗമാണ് I think. ഇത് നമ്മൾ മലയാളം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ബുദ്ധിപരമായിട്ട് ഇംഗ്ലീഷ് പഠിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്ന 95% ആളുകൾക്കും ഈ I think സ്പോക്കൺ ശൈലിയിൽ മിക്സ് ചെയ്യാൻ വളരെ വളരെ പ്രയാസമാണ്. കാരണം they are not able to absorb it. They are not able to assimilate the real sense of that expression into their life. അവർക്കത് ശരിക്കും അങ്ങോട്ട് ഇംബൈബ് ചെയ്യാൻ പറ്റുന്നില്ല, ഉള്ളിലേക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. That's another thing.
അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം ആ അത്തരത്തിലുള്ള ടെക്നിക്കിനെ കുറിച്ചിട്ട്. ബട്ട് നൗ ദ ഫോക്കസ് ഈസ് ഓൺ ഹൗ ടു പ്രൊനൗൺസ് ദ വേർഡ്, ദ എക്സ്പ്രഷൻ ഐ തിങ്ക്. ത എന്ന വാക്ക് നമുക്ക് നമ്മുടെ തത്തയുടെ തായാണ് നമുക്ക് വളരെ പരിചയമുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഐ തിങ്ക് പറയും. താങ്ക് യു, തിങ്ക്, താങ്ക് യു. പിന്നെ എന്താണ് വെൽത്ത്, ഹെൽത്ത്, തിന്ന് ഒക്കെ ആ താ വെച്ചിട്ടാണ്. ശരിക്കും ഇത്തരത്തിലുള്ള താ ഒക്കെ ശരിക്കും മാറ്റി ഒരല്പം ഒന്ന് പോളിഷ് ചെയ്ത് ഒരല്പം സ്റ്റൈലാക്കി മാറ്റിയാൽ നിങ്ങളുടെ ആ ഉച്ചാരണം കേൾക്കാൻ കുറച്ചും കൂടി സ്റ്റൈല് കിട്ടും. അത് പറയാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ നാവ് ഇമാജിൻ ചെയ്യുക. നാവ് ഇത് നമ്മുടെ മോൾ പാലറ്റാണ്, നമ്മുടെ വായയുടെ ഉൾഭാഗമല്ലേ, അതാണ് ഈ ഭാഗം, അതിൻ്റെ ഉള്ളിലാണ് നാവ്. നാവ് നമ്മൾ താ പറയുമ്പോൾ നോക്കിയാൽ താ ശരിക്കും അവിടെ മുട്ടിട്ടെടുക്കുമ്പോഴാണ് താ വരുന്നത്. താ ഇത് മുട്ടാതെ പറഞ്ഞു കഴിഞ്ഞാൽ സാനായി, സായായി, സാ ഥ സ ഥ സ ഥ. അവിടെ ഗ്യാപ്പ് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ സായായി. ശരിക്കും വേണ്ട തായ എന്താണെന്ന് അറിയുമോ? അവിടെ ഒരു ഫിലിമിന്റെ ഗ്യാപ്പ്, ആ എയർ അവിടെ വേണം, പക്ഷെ ഒരു ഫിലിം ഗ്യാപ്പ് പാടുള്ളൂ. വളരെ ചെറിയൊരു ഗ്യാപ്പില് ഈ താ പറഞ്ഞു നോക്കിയാൽ മുട്ടാൻ പാടില്ല. സ മുട്ടിക്കഴിഞ്ഞാൽ താ, മുട്ടിയില്ലെങ്കിൽ സ. കണ്ട ശരിക്കും അത് പറയാനുള്ള എളുപ്പം നാവിന്റെ ടിപ്സ് ഉണ്ടല്ലോ, പ്രൊജക്ട് ചെയ്യുന്ന പല്ലുകൾക്ക് ഇടയിലേക്ക് വയ്ക്കുക, എന്നിട്ട് പറഞ്ഞേക്ക സ. അപ്പൊ നാവ് ഒരിക്കലും പാലറ്റുമ്പോ മുട്ടില്ല. നിങ്ങൾക്ക് മുട്ടിക്കാൻ പറ്റില്ല, കാരണം നാവ് ഫ്രണ്ടിലേക്ക് ചാടിച്ചില്ലേ. സ കാണാൻ പറ്റുന്നില്ലേ? സ. അപ്പൊ താങ്ക് യു, ഐ തിങ്ക്, താങ്ക് യു, സിൻ, സിക്ക്, വെൽത്ത്, ഹെൽത്ത് ഇതൊക്കെ പറയുമ്പോൾ ആ സാ, ഇത്തരത്തിലുള്ള സാ പറയുമ്പോൾ ഇങ്ങനെ ഒരല്പം ഒരു പല്ലിന്റെ ഇടയിലേക്ക് പതുക്കെ കൊണ്ടുവരാം. അപ്പൊ കറക്റ്റ് സ്റ്റൈൽ കിട്ടും. ഓക്കെ, തിങ്ക് അബൌട്ട് ഇറ്റ്, തിങ്ക് അബൌട്ട് ഇറ്റ്, തിങ്ക് അബൌട്ട് ഇറ്റ് പറയാം, തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറയാം. താങ്ക് യു. സാ എന്നുള്ളൊരു ആ ഒരു ലൊക്കേഷൻ, ആ ശബ്ദത്തിന്റെ ലൊക്കേഷൻ വ്യക്തമായില്ലേ, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഡെയിലി ലൈഫിൽ വളരെയധികം പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ഇന്ന് പിസ്സ എന്നുള്ളത്. നമ്മൾ പിസ്സ എന്ന് പറയില്ല, ഡബിൾ സെഡ് ഉള്ള ഉച്ചാരണത്തിന് പിസ്സ എന്നാണ് ഇവിടെ പറയുക. ശരിക്കും അത്തരത്തിലുള്ള വാക്കുകളിന് പിസ്സ, നാറ്റ്സി എന്നൊക്കെ പറയും. ഒരു സി, ഇതാണ് അതിന്റെ കറക്റ്റ് ഉച്ചാരണം, പിസ്സ ആൻഡ് നാറ്റ്സി. ഇതുപോലെ നമ്മൾ വെനസ്ഡേ, വെനസ്ഡേ എന്ന് പറയും, വെനസ്ഡേ. ആ ഡി സൈലന്റ് ആണ്, അത് ഭാഗ്യം, അത്രയും ഭാഗം കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ എന്നാലും വെനസ്ഡേ എന്ന് പറയും. ശരിക്കും വെനസില്, നെസ്സില് വെൻസ്, വെൻസ്, വെന്നിന്റെ കൂടെ ഒരു എസ് ഡേ ചേർക്കുക, വെൻസ്ഡേ. വെനസ് വേണ്ട, വെൻസ്ഡേ. ട്യൂസ്ഡേ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ട്യൂസ്ഡേ. നമുക്ക് ആ ടി എന്നുള്ള ഒരു ഉച്ചാരണം, ആ ഒരു ടീയുടെ ശബ്ദം, ആ സിലബിള് കറക്റ്റ് ശബ്ദം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ട്യൂസ്ഡേ പറയുന്നത്. ട്യൂസ്ഡേ അല്ല, ശരിക്കും ടായുടെ ഉച്ചാരണം ടായും ചായും അല്പം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. ചാ എന്ന് കിട്ടില്ലേ? നിങ്ങൾ ചാ വെച്ച് തന്നെ പറഞ്ഞു നോക്കൂ, ട്യൂസ്ഡേ എന്നായി. ഈ ട്യൂസ്ഡേ പറയുന്നതിനേക്കാളൊക്കെ വളരെ മനോഹരമാണ് ട്യൂസ്ഡേ. അതിന്റെ കൂടെ ഒരു അല്പം ഒന്ന് ടാ മിക്സ് ചെയ്യുക, ട്യൂസ്ഡേ, പെർഫെക്റ്റ് ആയി, ട്യൂസ്ഡേ. പിന്നെ ചില വാക്കുകൾ പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലൂടെ പറഞ്ഞു കേൾക്കാം. ഫോർ എക്സാമ്പിൾ, അഡ്വൈസ് ആൻഡ് അഡ്വൈസ്. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ ഭാഷയുടെ പഠനത്തിന്റെ കുറച്ച് സീരിയസ് ഘട്ടങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് ആവശ്യമുള്ളൂ. അവരുടെ ശ്രദ്ധയിൽ മാത്രമേ ഇത് പെടാറുള്ളൂ. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അഡ്വൈസ്, അഡ്വൈസ്, ഇങ്ങനെ ആ രണ്ട് തരത്തിലൂടെ പറയുന്ന ഇത്തരത്തിലുള്ള വാക്കുകൾ, ഇത് നൗണും വെർബും തിരിച്ചറിയാനായിട്ടുള്ള ഒരു ടെക്നിക്ക് നമ്മൾ ശ്രദ്ധിക്കണം. നൗണിന് ഇതൊക്കെ സി വെച്ചിട്ടായിരിക്കും, വേർബ് ആണെങ്കിൽ എസ് വെച്ചിട്ടായിരിക്കും. അപ്പൊ വേർബ് പറയുമ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ ഭാഗം, ഇപ്പൊ നമ്മൾ അഡ്വൈസ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഞാൻ അവനെ ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ ഐ അഡ്വൈസ്ഡ് ഹിം, അഡ്വൈസ്, ഇതേ അഡ്വൈസ്. അവിടേക്ക് ആ രണ്ടാം ഭാഗത്തിനാണ് ഊന്നൽ കൊടുക്കുക. ഞാൻ അവനൊരു ഉപദേശം കൊടുത്തു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? ഐ ഗേവ് ഹിം എ പീസ് ഓഫ് അഡ്വൈസ്. അപ്പൊ അവിടെ നൗണായിട്ട് പറയുമ്പോൾ അഡ്വൈസ്, വെർബായിട്ട് പറയുമ്പോൾ അഡ്വൈസ്. കാരണം അങ്ങനെ ചാടി പുറപ്പെടുന്ന ഒരു ആക്ഷന്റെ ഒരു ഫീലിംഗ് ആണ് അഡ്വൈസ്. നട്ടീസ്, നട്ടീസ്, നട്ടീസ്. അങ്ങനെ നൗണും വെർബും പറയുമ്പോൾ ഈ ഒരു ചെറിയൊരു വ്യത്യാസം ഇത്തരം വാക്കുകൾക്ക് ഉണ്ട് എന്നൊന്ന് ഒരു ചെറിയൊരു ടെക്നിക്ക് മനസ്സിലിരിക്കട്ടെ, ഉപകാരപ്പെടും. ഇറ്റ് വിൽ കം ഇൻ ഹാൻഡി സം ടൈം. അതുപോലെ നമ്മൾ അഡ്വൈസ് എന്ന് പറഞ്ഞ വാക്ക്, ഉപദേശം, ഇത്തരത്തിലുള്ള വാക്കുകളിനെ കൗണ്ടബിൾ അല്ല, അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയും. ദാറ്റ് മീൻസ് നമുക്കിത് ഒരു ഉപദേശം, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഒരു ഉപദേശം കൊടുത്തു എന്ന് പറയാം, 2 ഉപദേശം കൊടുത്തു, അവന് ഞാൻ നന്നായി ഉപദേശിച്ചു, അവന് 4 ഉപദേശം കൊടുത്തു, 1, 2, 3, 4 എന്നൊക്കെ വെച്ചിട്ട് മലയാളത്തിൽ നമുക്ക് പറയാം. പക്ഷെ ഇംഗ്ലീഷിൽ 1 അഡ്വൈസ്, 2 അഡ്വൈസ് എന്നും പറയാൻ പറ്റില്ല. കാരണം അഡ്വൈസ് എന്ന ആ ഒരു നൗൺ ദാറ്റ് ഈസ് അൺകൗണ്ടബിൾ. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ പഞ്ചസാര, 1 കിലോ പഞ്ചസാര വാങ്ങിച്ചു,
നമ്മൾ പറയുമ്പോൾ 1 കിലോ, കിലോനെ കൗണ്ട് ചെയ്യാം. പക്ഷെ പഞ്ചാരനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പഞ്ചാര 1 കിലോ എത്ര തരി ഉണ്ട് എണ്ണാൻ പറ്റുമോ? പറ്റില്ല. അതുമാതിരി റൈസും എണ്ണാൻ പറ്റില്ല. ഇപ്പൊ സം റൈസ്, സം ഷുഗർ എന്ന് പറയാൻ പറ്റില്ല. 1 റൈസ്, 2 റൈസ് എന്ന് പറയാൻ പറ്റില്ല. 1 കിലോ റൈസ് പറയാം, 2 കിലോ റൈസ് എന്ന് പറയാം. അങ്ങനെ നമ്മൾ കിലോനെയാണ് എണ്ണുന്നത്, പഞ്ചാരനെ റൈസിനല്ല. അതുപോലെ അഡ്വൈസിനെ നമ്മൾ പറയുമ്പോൾ 1 പീസ് ഓഫ് അഡ്വൈസ് അല്ലെങ്കിൽ സം അഡ്വൈസ്, സം പീസസ് ഓഫ് അഡ്വൈസ് എന്ന് പറയണം. അതുകൊണ്ട് 1 അഡ്വൈസ്, 2 അഡ്വൈസ് എന്നൊന്നും പറയാൻ പാടില്ല. അത് ഇംഗ്ലീഷിന്റെ ഗ്രാമർ റൂൾസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മള് ടൂർ പോണ സമയത്തും പല ബിൽഡിങ്ങുകളും ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മള് സൂട്ട് എടുത്തു എന്നൊക്കെ പറയും. സൂട്ട് നമ്മൾ കോട്ടും സൂട്ടും വേറെ ഉണ്ട്. ബിൽഡിങ്ങിന്റെ റെസ്റ്റോറന്റിലത്തെ ആകുമ്പോൾ തന്നെ വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടൽസ് ഒക്കെ ഉള്ള ആ റൂമുകൾ നമുക്ക് സ്വീറ്റ് എന്നാ പറയാ. സ്പെല്ലിങ് SUITE ആണ്, പക്ഷെ അതിന്റെ ഉച്ചാരണം സ്വീറ്റ് തന്നെയാണ്. മധുരം എന്നുള്ള സ്വീറ്റ് ഇല്ലേ, ആ ഉച്ചാരണം തന്നെ പറയണം, സ്വീറ്റ് എന്ന് പറയണം. സൂട്ട് എന്നാണ് ഇവിടെ നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അത് ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ നിത്യോപയോഗ ജീവിതത്തിൽ വളരെ ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണ് നമ്മുടെ പച്ചക്കറി, അല്ലെ, മരുന്നും പച്ചക്കറിയൊക്കെ. അപ്പൊ മരുന്നിനെയും പച്ചക്കറിയെയും കറക്റ്റായിട്ട് കുറച്ച് ബെറ്റർ ആക്കി പറയാം. നമ്മൾ പറഞ്ഞത് കൊണ്ട് വലിയ അപകടമൊന്നുമില്ലേ. വെജിറ്റബിൾ എന്നും മെഡിസിൻ എന്നൊക്കെ പറയാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. ബട്ട് ഇഫ് യു വാണ്ട് ടു സൗണ്ട് എ ലിറ്റിൽ മോർ ഇംഗ്ലീഷ് ഓർ എ ലിറ്റിൽ മോർ നാച്ചുറൽ, കുറച്ചും കൂടി നാച്ചുറൽ സ്റ്റൈലിലേക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ വേണ്ട വെജിറ്റബിൾ, വെജിറ്റബിൾ, വെജി വേണ്ട വെജിറ്റബിൾ. അതുപോലെ തന്നെ മെഡി വേണ്ട മെഡിസിൻ, മെഡിസിൻ, വെജിറ്റബിൾ. ഇങ്ങനെ കുറച്ച് വാക്കുകൾ. ഇതിന്റെ രസകരമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കുറെ പ്രൊനൗൺസിയേഷൻ ടെക്നിക്സ് ഉണ്ട്. പക്ക ഇംഗ്ലീഷുകാരുടെ പോലെ സംസാരിക്കാൻ വേണ്ടിയുള്ള കുറെ ഡ്രാമ ട്രെയിനിങ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെതായിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള സകല ടെക്നിക്സും നമുക്ക് പഠിപ്പിച്ചു തരും. ഇതിപ്പോ ജസ്റ്റ് ഒരു നേരമ്പോക്കിനെ കുറച്ച് ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ടിപ്സ് മാതിരി അതിനെക്കുറിച്ചും പറയാൻ ആഗ്രഹമുള്ള ആൾക്കാർ കുറെ കമന്റ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു നേരമ്പോക്ക് മാതിരി ഇടയ്ക്കിട്ട് കെട്ടക്കെട്ടെ ഒരെണ്ണം അതും എന്ന് വെച്ചിട്ട് ഇങ്ങനെ തരുന്നതാണ്. Alright, so I think it's time to wind up today's session. We'll meet again in the next video with another interesting element of spoken English. Okay, good luck, take care.